അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. കുഞ്ഞുവിൻ്റെ വിവരമെല്ലാം അറിഞ്ഞ മിസ്രിയ ശരിക്കും ഞെട്ടി. റബ്ബേ, എൻ്റെ കാരണം കൊണ്ടാണോ കുഞ്ഞുവിന് അങ്ങനെ അസുഖം വന്നത്? പഠിച്ചോനെ റബ്ബേ, എനിക്ക് പേടിയാവുന്നല്ല. എൻ്റെ കാരണം കൊണ്ട് ഒരാൾക്കും ഒന്നും സംഭവിക്കരുത് റബ്ബേ. അല്ല, അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. അത് എന്തായാലും വേണ്ടില്ല. കുഞ്ഞുവിൻ്റെ ജീവൻ അപകടത്തിൽപ്പെടുന്ന രീതിയിൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അവൾ ആ നിമിഷം തന്നെ അതാ തൻ്റെ പ്രിയപ്പെട്ട ഇക്കാക്കക്ക് വിളിക്കുന്നു. അതെ, വാഫി ഉസ്താദ് ഫോൺ എടുക്കുന്നു. ഹലോ മോളെ, അസ്സലാമു അലൈക്കും. ഇക്ക വലൈക്കും അസ്സലാം. എന്തടി, എന്തെൻ്റെ കുട്ടി വിളിച്ചത്? ഇക്ക, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? അത് ഇക്ക, ഞാൻ കാരണം ഒരാളും വിഷമിക്കാൻ പാടില്ല. നീ എന്താ പറയുന്നത്? അത് ഇക്ക, എന്നെക്കൊണ്ടല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായത്. ശരിയാണിക്ക, കുഞ്ഞുവിനോട് എനിക്ക് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ ഇനി കുഞ്ഞുവിന് എന്നോട് എന്തെങ്കിലും ഉണ്ടോ അതെനിക്ക് അറിയില്ല. ഞാൻ ഒരു കാര്യം പറയാം ഇക്ക, ഞാൻ ഇതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറാണ്. എനിക്കൊരിക്കലും കുഞ്ഞുവിനെ വേണ്ട. എൻ്റെ ഇക്ക പറയുന്നത് ഞാൻ കല്യാണം കഴിച്ചോളാം. അല്ലാതെ ഒരിക്കലും എൻ്റെ ഇക്കാനെ ഇടങ്ങാറാക്കൂല. സത്യമായിട്ട്. മോളെ, നീ എന്തീ പറയുന്നത്? അതിക്ക, ആ പ്രിൻസിപ്പളിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടന്നോട്ടെ. ഞാൻ ജീവിച്ചോളാം അദ്ദേഹത്തിൻ്റെ കൂടെ, എങ്ങനെയെങ്കിലും ക്ഷമിച്ച് സഹിച്ച്. എന്നാൽ അത് കേട്ട വാഫി ഉസ്താദ്, മോളെ, എൻ്റെ കുട്ടി എന്തീ പറയുന്നത്? ഒരാളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നിൻ്റെ സന്തോഷം നീ കളയണമെന്നാണോ പറയുന്നത്? അതൊന്നും വേണ്ട. അല്ലിക്ക, ഇനിയും ഒരു പക്ഷേ കുഞ്ഞുവിന് വല്ല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാലോ? അതെ, ഒന്നിനും മടിക്കാത്ത ആളുകളുണ്ടാവും. ഇക്ക, ഞാനെല്ലാം മറക്കാം. എല്ലാം ഞാൻ പ്രിൻസിപ്പളിൻ്റെ കൂടെ വിവാഹം കഴിച്ചോളാം. അവൾ ശരിക്കും വിതുമ്പി. എന്നാൽ വാഫി ഉസ്താദിൻ്റെ ഹൃദയം വല്ലാതെ അങ്ങ് പിടച്ചു. ആര് പറഞ്ഞു? എൻ്റെ കുട്ടിയെ ഞാൻ ആരെക്കൊണ്ടും അങ്ങനെ കെട്ടിക്കൊന്നുമില്ല. എത്രയോ പണവും പ്രതാപവും സമ്പത്തും ഒക്കെ ഉണ്ടായിട്ടും ഒരു കാര്യമില്ല. മനസ്സിനുള്ളിൽ സ്നേഹമാണ് വേണ്ടത്. അതില്ലാതപ്പോൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാ ഇക്ക? കാരണം നമ്മളെ കാരണം കൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കരുത്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഞാനങ്ങോട്ട് വരുന്നുണ്ട്. ട്രെയിനിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ വരാൻ നിൽക്കുകയാണ്. എന്നാൽ അത് കേട്ടപ്പോൾ അതാ മിസ്രിക്ക് വല്ലാത്തൊരു സന്തോഷമായി. അത് ഇക്കാക്ക് വരുന്നുണ്ട്. പക്ഷേ കുഞ്ഞുവിൻ്റെ കാര്യം. എന്നാൽ ഈ സമയം അതാ ഐഷമ്മ പറയുന്നു, മോളെ മിസ്രിയെ. ആ ഉമ്മ. ആ പിന്നെ ഞമ്മക്കൊന്ന് മുസ്ലിം തങ്ങളവിടെ ഒന്ന് പോയി തരാം. അന്നെ ഒന്ന് ഒഴിഞ്ഞു വാങ്ങണം. ഉമ്മ, എന്നെയോ? എന്തിന്? അതൊന്നും പറയാൻ പറ്റൂല. ഒന്നാണ്ട് ഒഴിഞ്ഞാങ്ങ. ഉമ്മ, അത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുണ്ടായിട്ടില്ലേ? ഇപ്പോഴൊന്നുമില്ലേ, പിന്നെ കാണുന്നത്. ഏതായാലും എല്ലാ ഇടങ്ങാറ് മുസീബത്തിന് തൊട്ടും പഠിച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. ഓല് പറഞ്ഞ തങ്ങന്മാരൊക്കെ എന്ന് വെച്ചാൽ ഓലെല്ലാം നാവുകൊണ്ട് പറഞ്ഞാൽ വലിയ ഫലമാണ്. പിന്നെ എന്ന് വെച്ചാൽ ഓലൊരു തെറ്റും ചെയ്യാത്ത മനുഷ്യന്മാരേക്കാരം. ഓലൊക്കെ പഠിച്ചവനോട് നിരന്തരം വിഭാഗത്തിലായി കഴിയുന്ന ആൾക്കാരാണ്. അപ്പോൾ പിന്നെ ഓല് ദുആ ചെയ്താലൊക്കെ പെട്ടെന്ന് അതിന് ഉത്തരം കിട്ടും. നമുക്ക് തങ്ങളടുത്തൊന്നും പോയി. അഹ്ലുബൈത്തല്ലേ, നമ്മുടെ മുത്ത് ഹബീബിൻ്റെ ചോരല്ലേ. എന്തൊക്കെ തന്നെയാലും നമുക്കൊന്ന് പോയി നോക്കുക കേട്ടോ. ന്യൂസിയെ. ആ ഉമ്മ. ന്യൂസി പോരണടി. ഉമ്മ, ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. ഷാമോനില്ലല്ലേ? ഏതായാലും അവിടെയല്ലേ. ഇന്ന് കട്ട് ചെയ്യാം. എന്നാൽ ന്യൂസിയെ ഇജ്ജി ഒന്ന് പോരുക. നമുക്കൊന്ന് പോയി പോരുക കേട്ടോ. അതായിരിക്കും നല്ലത്. എന്നാൽ ഷമ്മാസ് പെട്ടെന്ന് അത് ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഹലോ ഉമ്മ. ആ പിന്നെ കുഞ്ഞു ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംസാരിക്കണമൊക്കെ ഉണ്ട്. ഒന്ന് എഴുന്നേറ്റൊക്കെ നിന്നിട്ടുണ്ട്. അല്ലാ, മാഷാ അല്ലാ. ഞങ്ങൾ മോനെ അങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഉമ്മ, ഇനിയിപ്പോൾ വരണമെന്നൊന്നുമില്ല. നിങ്ങളവിടെ നിന്നോളി. ഞാൻ അവനെയും കൊണ്ട് വരാം. ഒരു മൂപ്പര് പറഞ്ഞ് 2 ദിവസം നിന്നോട്ടെ. ഇവിടെ ചികിത്സയൊക്കെ ഉണ്ട്. എന്തൊക്കെയോ ഒരു പച്ചമരുന്നിന് എന്തൊക്കെ ചികിത്സയൊക്കെ ഉണ്ട്, ആയുർവേദത്തിൻ്റെ ഒക്കെ ആയിട്ട്. കണ്ടിന്യൂ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോനെ, ഏതായാലും ഈ മിസിരിനേറ്റ് ഒന്ന് അങ്ങോട്ട് വരാം. ഞാനും നുസിയും അങ്ങോട്ട് വരാം. പിന്നെ ഇൻഷാ അല്ലാ. അപ്പോൾ ഫസീലത്തെ ഉമ്മയപ്പയോ അവരിഞ്ഞിപ്പോൾ
അവരോട് അസുഖമൊക്കെ മാറി അറിഞ്ഞപ്പോൾ കുറച്ച് റാഹത്തിൽ നിൽക്കുകയാണ്. ഓലോട് ഇനിയിപ്പോൾ ഒന്നും പറയണ്ട അതിനെക്കുറിച്ച് കേട്ടോ. ഏ ഉമ്മ എന്തായാലും വേണ്ടില്ല, നിങ്ങൾ എന്നാൽ പോരി, ഞാൻ റഷീദിനെ വിളിച്ചുതരാം. അപ്പോഴേക്കും അതാ ഓട്ടോ വന്നു അങ്ങോട്ട്. അവരതിൽ കയറി. ഞങ്ങൾ എന്നാൽ വീട്ടിലേക്ക് പോവുക എന്നുള്ള നിലക്കാണ് പോയത്. അവർ നേരെ പോയത് അതാ അങ്ങോട്ടായിരുന്നു, മുഹ്സിൻ തങ്ങളുടെ വീട്ടിലേക്ക്. വാഫി ഉസ്താദ് എത്തുമോ അറിയില്ല. അപ്പോഴേക്കും അതാ വാഫി ഉസ്താദിനെ വിളിച്ചു മിസ്രി. ഹലോ അയക്ക, ഞങ്ങൾ മുഹ്സിൻ തങ്ങളെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ആ മോളെ ഞാനങ്ങോട്ട് എത്താം. അങ്ങനെ അതാ അല്പസമയം കഴിഞ്ഞപ്പോൾ അവർ അവിടെ എത്തി. ഷമ്മാസ് ഓടി വന്നു. അല്ലാ പഠിച്ചോനെ, മോനെ ഈ 2 കുട്ടികളൊന്ന് മന്ത്രിപ്പിച്ച അതിനെക്കൊണ്ട് കുട്ടികൾക്കൊരു പൊറുതിയാട് എന്തൊക്കെ തുടങ്ങിയിരിക്കണ്. ഓലെ നല്ലൊന്ന് മന്ത്രിപ്പിച്ചോട് ഉസ്താദിനെ കൊണ്ട്. അങ്ങനെ അതാ തങ്ങൾ അവരെയൊക്കെ നല്ല രീതിയിൽ മന്ത്രിച്ചോതി. എന്നാൽ ഐഷുമ്മ അതാ അവളെയും കൊണ്ട് അങ്ങോട്ടെത്തി മിസ്രി. ഉമ്മ ഇതിപ്പോൾ ആരാ? ഉമ്മക്ക് വേറൊരു കുട്ടിയൊക്കെ ഉണ്ടായത് ഞാൻ അറിഞ്ഞപ്പോൾ. എൻ്റെ പൊന്നും തങ്ങളെ, നിങ്ങളിപ്പോൾ പഴയ കാലത്തൊക്കെ നിങ്ങൾ നല്ലോ അങ്ങോട്ട് വന്നീനോ. ഇപ്പം നിങ്ങൾ പഴയമാതിരി വരുന്നില്ല. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ എനിക്കറിയാം, തിരക്ക് കൂടി, ആൾക്കാർ കൂടി. നിങ്ങൾക്ക് ഇവിടെ തന്നെ എമ്പാടും നല്ലോ ആൾക്കാരെ പരിശോധിക്കാനും മരുന്ന് കൊടുക്കാനുണ്ട്. അപ്പം പിന്നെ നമ്മളെ പെരീക്കുള്ള വജ്ജം നിങ്ങൾ കാണൂലല്ലോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നിങ്ങൾ എമ്മക്കും വേണ്ടി എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ദ്വാരക്കുക, അതേ ഉള്ളൂ. നിങ്ങൾ വരണമെന്ന് ഒരിക്കലും നമ്മൾ പറയണില്ല. കാരണം ഈ തിരക്കിനടി എങ്ങനെ വരാനാ? ഞങ്ങൾ ഇങ്ങോട്ട് വരണ്ട നിങ്ങളെ കാണാൻ. ഉമ്മ ദുആ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. കാരണം ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ വിശന്ന് വലിഞ്ഞ ആ സമയത്ത് പള്ളി ദർസിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയിരുന്നത് നിങ്ങളായിരുന്നു. അപ്പോൾ അതങ്ങനെ മറക്കാൻ പറ്റുമോ? അന്നൊരു പുതിയ കൂട്ട് ഡ്രസ്സ്, ഒരു പെരുന്നാൾക്കൊരു ഡ്രസ്സ് തന്നത് നിങ്ങളായിരുന്നു. നിങ്ങളെ അവിടെ വീട്ടുകാരൊക്കെ ആദ്യമേ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതൊന്നും ഒരിക്കലും ഞങ്ങൾ മറക്കൂല, മറക്കാൻ കഴിയൂലല്ലോ, പറ്റൂലല്ലോ അതൊക്കെ. ഏതായാലും അന്നത്തെ പെരുന്നാളും കാര്യമൊക്കെ ഒരു ഡ്രസ്സിന് പൂതി വെച്ചപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവിടുത്തെ ഉപ്പ ഒരു ഡ്രസ്സൊക്കെ വാങ്ങി തന്ന കാര്യം, മൂലിയുരുട്ടൊക്കെ വേണ്ടിയിട്ട്. അതൊന്നും ഒരിക്കലും മറക്കൂലമ്മ. അതൊന്നും എനിക്ക് ഓർമ്മയില്ലേ കുട്ടി. ഉമ്മ നിങ്ങൾ മറന്നാലും ഞാൻ മറക്കൂല. അല്ല എന്തിപ്പോൾ ഉമ്മ കുട്ടിയുടെ കാര്യം പറയാനോ നിങ്ങളെ കാര്യം പറയാനാണോ? എൻ്റെ പൊന്നാര കുട്ടിയെ, എനിക്ക് അൽഹംദുലില്ലാ ഇപ്പോൾ പടച്ച റബ്ബിനെ നിഅമത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. ചെറിയ രീതിയിൽ പ്രഷറും പറമയൊക്കെ ഉണ്ട് എന്നല്ലാതെ ചെറിയൊരു മട്ട. അതിങ്ങനെ ഗുളികയും ഇതൊക്കെ കുടിച്ചാണ് പോകുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മളെ ഈ കുട്ടി ഇത് കണ്ട, നിങ്ങളോളെ മുഖത്തൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ശരിക്കും തങ്ങളോളെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി. കുട്ടിക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ. എന്തിനാ മോളെങ്ങനെ ടെൻഷനാവുന്നത്? ഒന്നുമില്ല. ഉണ്ട്, കുട്ടി എന്തിനൊക്കെയോ വേണ്ടി ഒരുങ്ങുന്നുണ്ട് അല്ലേ? മനസ്സ് നല്ലോണം. സാരല്ല മോളെ, എല്ലാം പടച്ച റബ്ബിൽ സമർപ്പിക്കുക. പടച്ച റബ്ബിൽ സമർപ്പിക്കുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അല്ലാഹു അല്ലാതെ ഒരു ഇലാഹു ഇല്ല നമുക്ക്. പടച്ച റബ്ബാണ് നമുക്ക് എല്ലാം നേടിത്തരുന്നത്. എന്ത് ചോദിക്കുകയാണെങ്കിലും പറയുകയാണെങ്കിലും എല്ലാം അള്ളാഹുവിനോട് പറയാം മോളെ. പിന്നെ മോളോട് എനിക്ക് പറയാനുള്ളത്, തെറ്റായ തീരുമാനങ്ങൾ എടുക്കരുത് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവും എന്ന് കരുതിയിട്ട് തെറ്റായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് കാലാകാലം നമുക്കൊരു ഇടങ്ങാറായി തീരും. നമ്മളെ ജീവിതത്തിക്ക് നമുക്കൊരു സമാധാനം സന്തോഷം ഉണ്ടാവില്ല. ഒരു നിമിഷം അവളൊന്ന് ഞെട്ടി. പഠിച്ചോനെ, എൻ്റെ മനസ്സിലത്തെ കാര്യം ഇങ്ങനെ ഇവരറിഞ്ഞു എന്നുള്ളത്. മോളെ, നമ്മളെപ്പോഴും നല്ലത് ചിന്തിച്ചിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ 3 വട്ടെങ്കിലും ആലോചിക്കുക. 3 പ്രാവശ്യം ചിന്തിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. എടുത്ത് ചാടി ഒന്നിനും ഓക്കെ പറയരുത്. മനസ്സിലായല്ലോ മോളെ? അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ എല്ലാ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി തരട്ടെ. ആമീൻ. അതാ അപ്പോൾ പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ട്. തങ്ങളെ. എന്താ ഷമോനെ? അത് വാഫിസ്ത വന്നിട്ടുണ്ട്. ആണോ? നീ പറഞ്ഞല്ലേ, മാഷാ അല്ലാഹ്. എന്നാൽ വരാൻ പറയൂ. ഇത് മൂപ്പരെ പെങ്ങളാണ്, കുഴപ്പമൊന്നുമില്ല. നിറഞ്ഞ പുഞ്ചിരിയോടെ വാഫി ഉസ്താദ് അതാ അങ്ങോട്ട് കയറി വന്നു. അസ്സലാമു അലൈക്കും തങ്ങളെ. വഅലൈക്കും അസ്സലാം തങ്ങളെ. എന്നാൽ ഉമ്മയും മോളും അങ്ങോട്ട് മാറി നിന്നോളൂ. അങ്ങനെ അതാ മുഹ്സിൻ തങ്ങൾ പറഞ്ഞപ്പോൾ വാഫി ഉസ്താദ് പറഞ്ഞു, അല്ല അവർ പറയാനുള്ളതൊക്കെ പറഞ്ഞോട്ടെ, എന്നിട്ട് മതി. അല്ല എനിക്കൊന്നും പറയാനില്ല, എൻ്റെ കുട്ടീൻ്റെ കാര്യം പറയാനുള്ളൂ എനിക്ക്, വേറെ ഒന്നുമില്ല മോനെ.
വാഫി ഉസ്താദിനെ കണ്ടപ്പോൾ അങ്ങനെയാണ് ഉമ്മ പറഞ്ഞത്. അങ്ങനെ അവർ അവിടെ നിന്ന് ഇറങ്ങി അല്പം കഴിഞ്ഞപ്പോൾ വാഫി ഉസ്താദ് വന്നു. തങ്ങളുടെ മുമ്പിൽ പൊട്ടിക്കരയുകയായിരുന്നു. തങ്ങളെ, എൻ്റെ പെങ്ങളുട്ടിയെ രക്ഷിക്കണം. എൻ്റെ പെങ്ങൾക്ക് ആരുമില്ല. ഓൾക്ക് ഉമ്മയില്ല, വാപ്പയില്ല. അതൊക്കെ ഞാനാണ്. പിന്നെ ഒരാൾ കല്യാണം ചോദിച്ചിരുന്നു. അതെ, എനിക്ക് പറ്റാത്ത രീതിയിൽ അവർ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് ഇഷ്ടമുള്ളവർക്ക് തന്നെ ഞാൻ കെട്ടിച്ചു കൊടുക്കുള്ളൂ, എല്ലാവർക്കും ഒന്നും കെട്ടിച്ചു കൊടുക്കില്ല. അത് കുറേ സ്വത്തും മുതലും സമ്പത്തും പൈസ ഉണ്ട് വിചാരിച്ചിട്ടൊന്നും ഞാൻ ചെയ്യില്ല. ഓളെ മനസ്സിനനുസരിച്ചുള്ളത് ഞാൻ കെട്ടിച്ചു കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് പറഞ്ഞതോടുകൂടി പിന്നെ എന്തൊക്കെ അറിയുന്നില്ല, ഒക്കെ മനസ്സിലായി. മോനൊന്നുകൊണ്ട് വിഷമിക്കണ്ട, ഒക്കെ ഇവിടെ അറിഞ്ഞോ. ഏതായാലും പടച്ച റബ്ബ് കാത്തു. അല്പം വൈകിയിരുന്നെങ്കിലേ കുട്ടിയുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകും. കാരണം നമ്മളെല്ലതും ചികിത്സിക്കണേ. കുറേ ഹോസ്പിറ്റൽ ചികിത്സ എന്നതിലുപരി എല്ലാ ചികിത്സകളും ഉണ്ടല്ലോ. ഓരോ അസുഖത്തിനും ഓരോ ചികിത്സ പഠിച്ചു ഇറക്കിക്കണേ. ഖുർആനിക ചികിത്സ അത് ചില്ലറന്നല്ല. അത് നമ്മൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ഏറ്റവും വലിയ ഷിഫ നൽകുന്ന എന്താ? ഖുർആനും തേനുമാണ്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി എത്ര അലോപ്പതി ആയാലും, അതുപോലെ ആയുർവേദം, അതുപോലെ യൂനാനി, അക്യുപങ്ചർ, ചൈനീസ് ചികിത്സകൾ, അങ്ങനെയൊക്കെ ഒരുപാട് ചികിത്സകളുണ്ട്. അതൊക്കെ ഏറ്റവും ഖുർആനാണ് ഏറ്റവും വലിയ ഷിഫ. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല മരുന്നുകളും അതിൽ തന്നെ പറയുന്നുണ്ട്. നമുക്കതിനെക്കുറിച്ച് അറിയായിട്ടാണ്, നമ്മൾ പഠിക്കണം. ഉസ്താദേ, എനിക്ക് കുറേ, നിങ്ങൾ ഉസ്താദിനെ അറിയാലോ അല്ലേ കുറേയൊക്കെ? അതെ, അറിയാം. എന്നാലും ചിലത് നിങ്ങളെപ്പോലുള്ള ചികിത്സകർ ചെയ്താലല്ലേ മാറുള്ളൂ. അങ്ങനെയൊന്നുമില്ല ഉസ്താദേ. നമ്മളെപ്പോഴും ഖുർആൻ ഓതിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല റാഹത്താണ് അല്ലേ? നിങ്ങളൊക്കെ ചെയ്യാറുള്ളതായിരിക്കും അത്. അതെ, സുബ്ഹിക്ക് അതൊന്നും ചെയ്യാറുണ്ട്. നമ്മളെപ്പോഴും അതൊക്കെ ചെയ്യണം. എപ്പോഴും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ചില സൂറത്തുകൾ, ആയത്തുകളുണ്ട്. അത് മുറുകെ പിടിക്കണം. എന്നാൽ നമുക്കങ്ങനത്തെ പ്രശ്നവും പ്രയാസമൊന്നും വരില്ല. ഏതായാലും പടച്ച റബ്ബ് കാത്തു. അങ്ങനെ അതാ വാഫി ഉസ്താദ് നേരെ കുഞ്ഞു കിടക്കുന്ന ആ റൂമിലേക്ക് ചെല്ലുന്നു. ഷമ്മാസ് കൂടെയുണ്ട്. എന്നാൽ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു അവൻക്ക്. ഷമ്മാസ് പറഞ്ഞു, മോനെ കുഞ്ഞു, ഒന്ന് കണ്ണുറന്നേ. ഷാമോൻക്ക, എന്താ? ഒന്ന് നോക്കിക്കേ, ആരാന്ന്? പെട്ടെന്ന് അവൻ കണ്ണു തുറന്നപ്പോൾ വാഫി ഉസ്താദിനെ കണ്ടപ്പോൾ അവൻക്ക് ആകപ്പാടൊരു ചെമ്മൽ, ഒരു മടി. ഉസ്താദേ, ഞാനൊന്നും ചെയ്തിട്ടില്ല ഉസ്താദേ. അവൻ ഭയത്തോടെ വാഫി ഉസ്താദിനെ നോക്കി. എന്നാൽ വാഫി ഉസ്താദ് ശരിക്കും ഞെട്ടിപ്പോയി. എന്ത് ഇവൻ പറയുന്നത് എന്ന്. എന്നാൽ വളരെയധികം ബഹുമാനത്തോടെയും വളരെയധികം ഭയത്തോടെയും വാഫി ഉസ്താദിനെ കുഞ്ഞു നോക്കുന്നത് ഷമ്മ ശ്രദ്ധിച്ചു. എന്താ കുഞ്ഞോ? ഷാമോൻക്ക, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്, ഞാനൊന്നും ചെയ്തിട്ടില്ല. വാഫി ഉസ്താദ്, എന്താ മോൻ പറയുന്നത്? ഇല്ല, ഞാൻ ഉസ്താദിൻ്റെ പെങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒന്നും ഞാൻ കരുതി കൂട്ടി. എന്താടാ? ഷമ്മാസ് അവൻ്റെ പുറത്ത് തട്ടി. എന്താ നിനക്ക് എന്തിൻ്റെ കേടാ? ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. നിനക്ക് എന്തിൻ്റെ മനസ്സിലൊരു ഭയം? കുഞ്ഞുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഉസ്താദേ, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒന്നും. അവൻ കരയാൻ തുടങ്ങി. എന്നാൽ വാഫി ഉസ്താദ് അവൻ്റെ തൊട്ടടുത്ത് ഇരുന്നു. അവൻ്റെ മുടിയിഴകളിലൂടെ തലോടിക്കൊണ്ട് പറഞ്ഞു, എന്താ മോനെ നീ പറയുന്നത്? ഒരിക്കലും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയില്ലല്ലോ. ഞാൻ നിന്നോടൊന്നും ചോദിച്ചിട്ടുമില്ല. നിനക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ കാണാൻ വന്നു. അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ മോനോട് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്തിന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിന് നീ എന്ത് ചെയ്തോ? ഒന്നുമില്ലല്ലോ മോനെ. നീ നിനക്കത് ഇത്ര ടെൻഷനാകാൻ പാടില്ലല്ലോ. എന്ത് പറ്റി? എന്ത് സംഭവിച്ചത്? നിനക്കെന്താ? ഉസ്താദേ, എന്നോട് പൊറുക്കണം. എന്നാൽ കുഞ്ഞു വളരെയധികം സങ്കടത്തോടു കൂടി കരയുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് മുഹ്സിൻ തങ്ങൾ അങ്ങോട്ട് വന്നു. എന്താ മോനെന്താ വിഷമമുണ്ടോ? എന്നാൽ അതാ ഷമ്മാസിനോടായിട്ട് തങ്ങൾ പറയുന്നു, ഷാമോനെ, ഒന്നുമല്ല, ഓനെ മനസ്സൊക്കെ നല്ലോണം പേടിച്ചിക്കണ്. കാരണം എന്തൊക്കെയോ ടെൻഷനൊക്കെ ആണ് രീതിയിലാണ് അവർ കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. അവർക്ക് മനുഷ്യന്മാർ ഓരോ ഈമാലാത്തൊരു പ്രവൃത്തികൾ കാട്ടിക്കൂട്ടുന്നുണ്ടാണ്. ശരിക്കും നല്ല ടെൻഷൻ, നല്ലോണം പേടിച്ചിട്ടാണ്. അതാ പറയണത്. പിന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ,
ആരെന്തൊക്കെ തന്നെ പറഞ്ഞാലും അതിന് മറുപടി പറയാനും ഇതിനും നിൽക്കൊന്നും വേണ്ട. എന്തൊക്കെ തന്നെയാലും അവനക്ക് പെങ്ങളോടൊരു ഇഷ്ടം അങ്ങ് തോന്നിക്കണമെങ്കിൽ കുഴപ്പമില്ല, അത് സ്വാഭാവികം. അത് അവൻ്റെ പ്രായം അതാണ്. അവൻ്റെ പ്രായം 10-23 വയസ്സാണ്. ഏതൊരു പെണ്ണിനെ നമ്മളൊക്കെ അങ്ങനെയല്ലായിരുന്നു. നമ്മളൊക്കെ അതിനു മുമ്പ് തന്നെ ആരെങ്കിലും കണ്ടാൽ ആ പെണ്ണ് കൊള്ളാലോ അങ്ങനെയൊക്കെ കരുതി നടന്നിരുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരും അങ്ങനെ തന്നെ. പക്ഷേ ഇവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇവനിപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആണിനെ പെണ്ണിനോട് തോന്നുന്ന ഒരു ഹോർമോണിൻ്റെ ഫലമായിട്ടുള്ളൊരു, അത് സ്വാഭാവികമായിട്ടും പടച്ചോൻ നമുക്ക് തോന്നിപ്പിക്കുന്നതാണ്. അതെ, അവനൊരു ആണാണ് എന്നുള്ളൊരു തോന്നൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിനോടൊരു ക്രഷ് തോന്നണം. അവളെ കണ്ടപ്പോൾ, അവളെ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയെങ്കിൽ ആയിക്കോട്ടെ, അത് ഏറ്റവും നല്ല കാര്യം തന്നെയല്ലേ. അത് വേണമല്ലോ. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും മനസ്സ് അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കാരണം കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നുക, അത് സ്വാഭാവികമായിട്ട് നമ്മൾ മനുഷ്യന്മാർക്ക് ഉള്ളതാണ്. പിന്നെ അങ്ങനെയാണല്ലേ വിവാഹത്തിലേക്ക് കടക്കലും പ്രത്യുൽപാദനം നടക്കലും. നമുക്ക് മനുഷ്യന്മാർക്ക് കൂടുതൽ, അതെ, നമ്മൾ ഇസ്ലാം പ്രചരിപ്പിക്കുവാനും ഒക്കെ നമ്മുടെ മക്കളുമാണല്ലോ. അത് സ്വാഭാവികമായിട്ട് അങ്ങ് തോന്നുന്നതുകൊണ്ട് അങ്ങനെ ആകുകയാണ്. അതിപ്പോൾ ഒരിക്കലും കുറ്റം പറയാമെന്നല്ല. ഈ കുഞ്ഞുവിന് അങ്ങനെ തോന്നിക്കണമെങ്കിൽ തന്നെ കുഞ്ഞുവിൻ്റെ മനസ്സിൽ എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാകുക? ഓളെ സ്വന്തമാക്കണം എന്നല്ല, ഓളെ ഭാര്യയാക്കണം എന്നല്ല, വേറെ പ്രേമിച്ച് നടക്കണം എന്നല്ല. ശരിക്കും മുഹ്സിൻ തങ്ങളുടെ ആ ഒരു വാക്ക് കേട്ട വാഫി ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് തങ്ങളെ, എനിക്ക് 100 വട്ടം സമ്മതമാണ്. എൻ്റെ പെങ്ങളെ ഓൻ കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമേ ഉള്ളൂ. അതിലെനിക്കൊരു പ്രോബ്ലവും ഇല്ല. പടച്ചോനാണ് സത്യം. ശരിക്കും അതാ നമ്മുടെ വാഫി ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ട ഷമ്മാസും മുഹ്സിൻ തങ്ങളും മനസ്സ് നിറഞ്ഞൊന്ന് സന്തോഷിച്ചു. മാഷാ അല്ലാ. അതെ, ഒരു പെങ്ങളുടെ മനസ്സ് ഇത്രമാത്രം അറിയാൻ കഴിയുന്ന ഒരു ആങ്ങള, അത് ദുനിയാവിൽ ഇത്ര പെട്ടെന്ന് ഇത്രയും നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരു ആങ്ങള ഉണ്ടാവില്ല. വേറെ ഒന്നും ചിന്തിക്കണില്ലല്ലോ. ഓൻക്ക് ഓളോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിക്കണമെങ്കിൽ അത് നടത്തി കൊടുക്കാന്നേ വിചാരിച്ചിട്ടുള്ളൂ. വേറെ അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഒന്നും ചിന്തിച്ചിട്ടില്ല. അല്ലെങ്കിൽ അവന് ജോലിയോ കാര്യങ്ങളോ അതൊന്നും അവൻ നോക്കിയിട്ടില്ല. കാരണം പുത്തൻ വീട് തറവാട്ടത്തെ ഫാമിലി അല്ലേ, അപ്പോൾ ഒരിക്കലും കുടുങ്ങൂലെന്ന് ഓൻക്ക് തന്നെ അറിയാം. അതുകൊണ്ടായിരിക്കും. എന്തൊക്കെ തന്നെയാലും പെട്ടെന്ന് തന്നെ അവൻ അതാണ് പറഞ്ഞത്. എന്നാൽ മുഹ്സിൻ തങ്ങൾ നേരെ ഷമ്മാസിനെ വിളിച്ചു പറഞ്ഞു, ഷമോനെ, പിന്നെ വാഫി ഉസ്താദ് ആൾ തിരക്കടില്ല. പെട്ടെന്ന് തന്നെ അവന് കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ മറ്റൊന്നും ചിന്തിക്കാൻ നേരം കിട്ടിയിട്ടില്ല. പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് പ്രവേശിച്ചു. പക്ഷെ അതിൻ്റെ ഇടയിൽ വന്ന ഒരു കല്യാണാലോചന അതാണ് ഇപ്പോൾ പഴപ്പിച്ചത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്കും വാശി. അങ്ങനെയായിട്ട് അതാ സംഭവിച്ചു പോയത്, വേറെ ഒന്നുമല്ല. എന്തായാലും കുഞ്ഞുവിൻ്റെ അസുഖം മാറട്ടെ, നമുക്ക് റാഹത്തോടു കൂടി ഈ കല്യാണം അങ്ങോട്ട് ഉഷാറാക്കണം കേട്ടോ. എന്നാൽ ഈ സമയം അതാ വാഫി ഉസ്താദിൻ്റെ അരികിലേക്ക് പെങ്ങൾ വരുന്നു. മോളെ മിസ്രി, ഇക്ക ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിനൊന്നും സംഭവിക്കരുത്. ഇക്ക പറഞ്ഞ എന്തിനു ഞാൻ തയ്യാറാണ്. ഇക്ക എന്ത് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഞാൻ തയ്യാറാണ്. അതിൽ നിന്നും ഞാൻ ഒരിക്കലും ഒഴിഞ്ഞു മാറുന്നില്ല. പക്ഷേ ഇക്ക, നമ്മളെ കാര്യം കൊണ്ട് കുഞ്ഞിനൊന്നും സംഭവിക്കരുത്. എന്നാൽ പെങ്ങളോട് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. കാരണം കുഞ്ഞുവിനെ നിനക്ക് വേണ്ടി നിക്കാഹ് കഴിച്ച് തരുമെന്നോ അങ്ങനെയൊന്നും ഉസ്താദ് പറഞ്ഞില്ല. സാരല്ല, ഏതായാലും അവന് ഷിഫയായിട്ടുണ്ട്. ഒക്കെ ഷിഫയാകട്ടെ ഇൻഷാ അല്ലാ. ആണോ ഇക്ക? സത്യമായിട്ടും? അതെ, അവന് അൽഹംദുലില്ലാ നല്ല മാറ്റമുണ്ട്. ഇനി വീട്ടിലേക്ക് പോരാനൊക്കെ ആവും. എന്നാൽ ഞാൻ തിരിച്ചു പോയല്ലോ. വാഫി ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പെങ്ങൾ കരഞ്ഞു. ഇക്ക, ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ അല്ലേ? എനിക്ക് പേടിയാണ് ഇക്ക എല്ലാം കൊണ്ടും. അതല്ല, ആ പ്രിൻസിപ്പൾ നിങ്ങളെന്തെങ്കിലും ചെയ്യോ? എനിക്ക് പേടിയാണ് ഇക്ക. അല്ല മോളെ, പോട്ടെ. ഷാമോനോടും കാര്യം പറഞ്ഞു. ഷാമോൻ എന്നാൽ ഞാനങ്ങോട്ട്. എന്നാൽ മുഹ്സിൻ തങ്ങൾ പറഞ്ഞു, എൻ്റെ പൊന്നാര വാഫി ഉസ്താദേ, നിങ്ങൾ ഇങ്ങനെ ഒരു പോക്ക് പോയാലോ, ഒന്ന് ഇവിടെ നിൽക്കുക എല്ലാവർക്കും. ഏതായാലും ഷാമോൻ ഇവിടെ ഉണ്ടല്ലോ, നാളെ പോകാം. എന്തേ? അല്ല 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം. എന്താ ഇപ്പം ഇത്ര വലിയ ധൃതി തിരക്ക്? ഒന്നുമല്ല, ഞാനവിടെ ഒരാളെ താൽക്കാലികം നിർത്തിയിട്ട് പോകുന്നതാണ്. പള്ളിയിലായതുകൊണ്ടേ ആൾ പോയി കഴിഞ്ഞാൽ
എന്നാൽ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്, ഇന്നൊരു ദിവസം നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. എന്തേ? അങ്ങനെ തങ്ങളുടെ നിർബന്ധപ്രകാരം അതാ അവിടെ നിൽക്കുന്നു. അപ്പോഴേക്കും പള്ളിയിലേക്ക് വിളിച്ചു പറഞ്ഞു. എന്നാൽ അതാ തങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ഫുഡ് തങ്ങൾ പറഞ്ഞു, അതെ ഇവിടുത്തെ ഒരു പിടി ഭക്ഷണങ്ങൾ കഴിക്കാതെ പോകരുത്. അതാരൊക്കെ തന്നെ വന്നാലും ഞാൻ പറയണതാണ്, ഇവിടുന്ന് ഒരു പിടി ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോളി, അത് നിങ്ങൾക്ക് നല്ലതായിരിക്കുന്നു. ചിലവർ ഭക്ഷണം കഴിക്കാതെ അങ്ങോട്ട് പോവും. അങ്ങനെ ഒരു ദിവസം ഷാമോൻ പെട്ടെന്ന് ആ കഥ പറഞ്ഞു. അതെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാതെ പോയി, പിന്നെ ഒരു ഹോട്ടലിൽ പോയി. ഞങ്ങൾക്ക് ഈ തങ്ങളെ വീട്ടിലത്തെ ഭക്ഷണമൊന്നും വേണ്ട, ഹോട്ടലിലത്തെ ഭക്ഷണം മതി എന്ന് പറഞ്ഞു പോയി. എവിടെ? ഒരു ഹോട്ടലൊന്നും തുറന്നിട്ടില്ല. എന്താ സംഭവം അറിയില്ല. ലാസ്റ്റ് തിരിച്ച് വീട്ടിൽ തന്നെ വന്നു വിശന്ന് വലഞ്ഞ് ഇവിടുത്തെ ഭക്ഷണം കഴിച്ചു. അതാ ഉണ്ടായത്. വാഫി ഉസ്താദിനോട് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വാഫി ഉസ്താദിന് ശരിക്കും അതെ അങ്ങനെയാണെങ്കിൽ ഇന്നിവിടെ നിൽക്കാം എന്നും തോന്നി. അഹ്ലുബൈത്തിൻ്റെ വീടല്ലേ, ഇവിടെ നിന്നാൽ തന്നെ ബർക്കത്തായിരിക്കും എന്നും വാഫി ഉസ്താദ് വിചാരിച്ചു. എന്നാൽ ഈ സമയം മുഹ്സിൻ തങ്ങളുടെ ഭാര്യ അതാ നമ്മുടെ നുസൈബയെയും കുഞ്ഞിനെയും അതുപോലെ മിസ്രിയെയും ഉമ്മയൊക്കെ നല്ല രീതിയിൽ സ്വീകരിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്ന് ഐഷുമ പോകാൻ നിന്നപ്പോൾ മുഹ്സിൻ തങ്ങളുടെ ഭാര്യ പറഞ്ഞു, ഇന്ന് പോകണ്ട. എന്നാൽ അപ്പോഴേക്കും ഉമ്മയും അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ പോവല്ലേ, എപ്പോഴും എൻ്റെ കുട്ടി നിങ്ങളെ കഥ പറയും. അതെ അവർ പള്ളിയിൽ പഠിക്കുന്ന കാലത്ത് അന്നാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല പട്ടിണിയുള്ള കാലമായിരുന്നു. അന്ന് നിങ്ങൾ ഭക്ഷണം കൊടുത്തതിനെ പറ്റിയും അതൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഇവിടം വരെ എത്തിയിട്ട് നിങ്ങൾ തിരിച്ചു പോവാന്ന് പറയുമ്പോൾ അതും ഈ സമയത്ത് ഇപ്പോൾ തൽക്കാലം നിങ്ങൾ പോവണ്ട, ഇനി നാളെ പോകാം, നമുക്കിവിടെ താമസിക്കാനൊക്കെ ഉള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കേട്ടോ, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, നിങ്ങൾക്കുള്ള റൂമും കാര്യങ്ങളും ഇവിടെ എത്രയോ പേഷ്യൻറ്റുകൾ അഡ്മിറ്റായി കിടക്കുന്നുണ്ട് ആ ഭാഗത്തൊക്കെ. നമ്മളെ വീട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പമുണ്ട്, എല്ലാവർക്കും കെടുക്കാനുള്ളതും അതിനപ്പുറമുള്ളതും ഒക്കെ വന്ന് നോക്കി ഇങ്ങോട്ടൊന്ന്. ആ ഉമ്മ അതാ അവിടുത്തെ റൂമുകൾ തുറന്ന് കാണിച്ചു കൊടുത്തു. വലിയ വലിയ ബെഡുകളും സൗകര്യങ്ങളുമുള്ള വലിയ വലിയ ഹാള് പോലുള്ള റൂമുകൾ നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ കിടക്കാം. ഇനി അതല്ല ഭാര്യയും ഭർത്താവിനും വേണമെങ്കിൽ അപ്പുറം കിടക്കണമെങ്കിൽ അത് അവിടെയുണ്ട് സിംഗിൾ റൂം. എന്തേ അതല്ലേ നല്ലത്? എന്നാൽ ഐഷുമ പറഞ്ഞു, അതൊന്നും വിഷയമല്ല, നമുക്ക് റൂമിൻ്റെ കാര്യമൊന്നുമല്ല, നമുക്ക് ആ കുഞ്ഞുവിൻ്റെ അസുഖം ഒന്ന് ഷിഫയായി കിട്ടണം, അതൊക്കെയാണ്. പിന്നെ വല്ല വീട്ടുകാരോട് സുഖമായി എന്നാ പറഞ്ഞത്. എന്നാൽ ഈ സമയം അതാ ഐഷുമ്മ പറയുന്നു, മോനെ ഷാമോനെ. ആ എന്തോ ഉമ്മ? അതെ ഈ കുഞ്ഞുവിൻ്റെ ഉമ്മാക്കൊന്ന് വിളിച്ചു കൊടുത്താ, ഓല് ബേജാറായിരുന്നു, സുഖയിക്കണമെന്നൊക്കെ പറഞ്ഞേക്കണം, എന്നാലും ഓനൊന്ന് സംസാരിച്ചോട്ടെ, അതൊരു സമാധാനത്തിനെ. എത്ര ആയാലും ഓൽക്ക് ഒരു ഇടങ്ങാറല്ലേ കാരം. അങ്ങനെ ഏതാ ഷാമോൻ അതാ നേരെ കുഞ്ഞുവിൻ്റെ അടുത്തേക്ക് വരുന്നു. മോനെ എന്നാൽ വീട്ടിലേക്ക് ഞാൻ ഫസീലത്തെ നമ്പർക്ക് വിളിച്ചാൽ മതിയോ? നിൻ്റെ ഫോണൊന്നും എടുത്തില്ലല്ലോ? ഇല്ല. ആ എന്നാലിതാ ഫസീലത്താന നമ്പറുണ്ട്, അതിക്ക് വിളിച്ചോ. അങ്ങനെ ഏതാ കുഞ്ഞു ഫസീലത്തയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഫോൺ ബല്ലടിക്കുന്നു. ഇത് ഷാമോൻ്റെ നമ്പറാണല്ലോ റബ്ബേ, എന്താ പറ്റിയത്? ഫസീല പേടിച്ച് ഭയന്ന് ഫോൺ എടുത്തു. ഹലോ, ആ ഇപ്പം ഞാൻ കുഞ്ഞുവിൻ്റെ അടുത്ത് കൊടുക്കാം. കുഞ്ഞു അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തെൻ്റെ കുട്ടിക്ക് പറ്റിയത്? സുഖമായില്ലേ? സുഖമായി അൽഹംദുലില്ലാ, കുഴപ്പമില്ല. ഞങ്ങൾ നാളെ മറ്റന്നാളിട്ട് വരാം. അപ്പോൾ പിന്നെ ഇവിടെ ഒരു ചികിത്സ ഉണ്ട് പറഞ്ഞപ്പോൾ ഇവിടെ അങ്ങനെ നിന്നതാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പനിയൊക്കെ വിട്ടിയില്ല മോനെ? പനിയൊക്കെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ റാഹത്ത് തന്നെയാണ്. ഒന്ന് വീഡിയോ കോൾ ചെയ്യണോ? ആ എന്നാൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഏതാ അവർ വീഡിയോ കോൾ ചെയ്യുന്നു. ആ ഉമ്മയും ഉപ്പയും കുഞ്ഞുവിനെ കാണാനായിട്ട് വല്ലാത്ത വിഷമമായിരുന്നു. കാരണം ഒരു ദിവസം പോലും ആ കുട്ടി അവരെ വിട്ട് പിരിഞ്ഞു നിന്നിട്ടില്ല. ഉമ്മാക്കും ഉപ്പാക്കും നല്ല സങ്കടമായിരുന്നു. ഞങ്ങളുടെ പൊന്നുമോൻ അതാ ഞങ്ങളോട് സംസാരിക്കുന്നു. ഉമ്മ ഉപ്പ സലാം പറഞ്ഞുകൊണ്ട് അവരോട് സംസാരിച്ചപ്പോൾ അതെ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അതെ ഉമ്മാൻ്റെ കുട്ടിക്കൊന്നും ഇല്ലല്ലോ? ഇല്ലും ഒക്കെ റാഹത്തായിക്കണം, ഒന്നും കുഴപ്പമില്ല. ആ പിതാവ് കരയുകയായിരുന്നു. ഉപ്പാൻ്റെ കുട്ടി ഇനി എപ്പോഴാണ് വരും? ഉപ്പ നാളെ മറ്റന്നാളെ ഞാനിവിടെ എത്തട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ നിന്നു എന്ന് മാത്രം. അതിപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്, പുത്തൻവീട് തറവാട്ടത്തെ എല്ലാവരും ഇവിടെ എത്തിയിരിക്കണ്. മോനെ ആയിക്കോട്ടെ, എന്നാലും എൻ്റെ കുട്ടിക്ക് ഷിഫി ആയല്ലോ. അതേ ഉമ്മ, കുഴപ്പമൊന്നുമില്ല. കുഞ്ഞുവിൻ്റെ സംസാരം കേട്ടപ്പോഴാണ് അവരുടെ ശ്വാസം നേരെയായത്. അൽഹംദുലില്ലാ. എന്നാലും ആ ഷാമോൻ ഉണ്ടായതുകൊണ്ട് എൻ്റെ കുട്ടിനെ എവിടെ വെച്ചാൽ ഓൻ കൊണ്ട് നടന്ന് രക്ഷിച്ചു. മാഷാ അല്ലാ. എന്നാൽ ആ നിമിഷം തന്നെ അതാ നമ്മുടെ ഫസീല പടച്ച റബ്ബിനോട് ഒരുപാട് കരഞ്ഞ് ദുആ ചെയ്തു. അല്ലാഹുവേ, അതെ
പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന ഞാൻ എന്തൊരു വെഡ്ഡിയായിരുന്നു. അത്രക്ക് മോശമായൊരു പെണ്ണായിരുന്നു ഞാൻ. എനിക്കറിഞ്ഞില്ലല്ലോ അവരുടെ സ്വഭാവ ഗുണങ്ങളും അവരുടെ നന്മയും മഹിമയും ഒന്നും. ഇപ്പം കണ്ടില്ലേ, എൻ്റെ ആങ്ങളൊക്കെ വേണ്ടി എവിടേക്കാണ് ഓടി നടക്കുന്നത്. അവൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട്. പഠിച്ചോനെ അല്ലാ, പുത്തൻ വീട് തറവാട്ടുകാർക്ക് നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യ് റഹ്മാനെ. അവൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു. എന്നാൽ ഈ സമയം അതാ നമ്മുടെ കുഞ്ഞിക്കഥയുടെ വീട്ടിൽ സൗദ കോയ അയലമേൽ കയറിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നിൽക്കുകയാണ്. അതെ, ആ വീട്ടുകാരുടെ പീഡനം സഹിക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും ഹസീനയും ഉമ്മയും പറയുന്ന വാക്കുകൾ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം സഹിച്ചവൾ അവിടെ നിൽക്കണേ. ഇറങ്ങാൻ പാടില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ കുഞ്ഞ് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല. അതെ, ഇവരുടെ കളികളൊന്ന് നിർത്തണം. എൻ്റെ കുഞ്ഞ് സേഫ്റ്റി ആയിരിക്കും. നുസൈബയും ഉമ്മയും ഷമ്മാസും ഉള്ളിടത്തോളം കാലം എൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. അവർ തന്നെ മതി. എന്നെക്കാളും സ്നേഹം കൊടുക്കാൻ അവർ തന്നെയാണ് നല്ലത്. പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങില്ല. ഇറങ്ങുകയാണെങ്കിൽ തന്നെ എനിക്ക് കിട്ടാനുള്ളത് കിട്ടണം. ഇതൊക്കെ എൻ്റെതാണ്, അല്ലാതെ ഞാൻ ഇറങ്ങില്ല എന്നുള്ള വാശിയോട് കൂടിയാണ് അവളും നിൽക്കുന്നത്. എന്നാൽ ഈ സമയം അതാ ഹസീന, പൊന്നാര താത്ത, പൊന്നാര സൗദേ, ഇവിടെ നിന്ന് ഇറങ്ങണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടുകാരോട് വിളിച്ച് പറയും നിനക്ക് മുഴുവൻ ഭ്രാന്താണെന്നൊക്കെ. പിന്നെ എല്ലാവരും കൂടി നിന്നെ പിടിച്ച് കുതിരവട്ടത്ത് കൊണ്ടേയിടും. അതുവരെ നിനക്ക് ഇങ്ങനെ നിൽക്കണോ? എന്ത് കാര്യത്തിന് വേണ്ടി ഇവിടുന്ന് ഇറങ്ങി? സ്വന്തം പെറ്റ കുട്ടിയെ പോലും നോക്കാതെയാണ് നീ നിൽക്കുന്നത്. കേസ് കൊടുക്കും നിൻ്റെ പേരിൽ. കുഞ്ഞിനെ നോക്കാതെ മാനസികമായിട്ട് ഇവിടെ വന്ന് നിൽക്കുക എന്ന് പറയും. അപ്പോൾ എല്ലാം അങ്ങോട്ട് റെഡിയാവും. ഹസീന, ഈ എന്ത് പറഞ്ഞില്ല, ഞാൻ ഇവിടുന്ന് ഇറങ്ങൂലടി എന്ന് പറഞ്ഞ് അതാ ഹസീന അവളെ കൈ പിടിച്ച് വലിക്കുന്നു. എന്നാൽ എന്താ അവിടെ ഒച്ചപ്പാട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഉമ്മ അങ്ങോട്ട് വരുന്നു. ഉമ്മ, എന്ത് പറഞ്ഞാലും ഇറങ്ങൂല എന്ന്. നമ്മൾ ഈ കുടുംബം നശിപ്പിക്കാനായിട്ടാണ് ഇവള് വന്ന് കയറിയിരിക്കണേ. ഇവള് കെട്ടിച്ച വീട്ടിൽ നിൽക്കുന്നതിൻ്റെ പകരം ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇവിടുത്തെ ഓരോന്ന് തോണ്ടി തോഞ്ഞ് നോക്കാനേ. ഇവൾക്ക് എന്തിനാ ഇവിടെ കാര്യം? പെറ്റ കുട്ടിയെപ്പോലും നോക്കാതെ ഇവിടെ വന്ന് എന്തിനാ ഇവള് നിൽക്കണത്? എടി, പിടിച്ചു വലിച്ച് പുറത്തേക്കിട്. അങ്ങനെതാ ഉമ്മയും ഹസീനയും കൂടെ സൗദിയെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നു. അതെ, ശരിക്കും അകത്തു നിന്ന് സിറ്റ് ഔട്ടിലേക്ക് അങ്ങ് പുറത്ത് ചാടിപ്പിച്ചു. വാതിൽ അവർ കൊട്ടിയടച്ചു. ഹേയ്, ഞാൻ പോകൂല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുള്ളൂ. ഞാൻ ആൾക്കാരോട് വിളിച്ചു പറട്ടെ ഞങ്ങൾ ഉപദ്രവിക്കുകയാണെന്ന്. അന്ന് എല്ലാവരും കൂടി പിടിച്ചു കൊണ്ടുപോയിക്കോളല്ലോ. അല്ലടി, എൻ്റെ തന്തനെ വിളിച്ച് ഈ ആദ്യം. എൻ്റെ തന്ത ഉണ്ടല്ലോ അവിടെ, രണ്ടാം ഭാര്യൻ്റെ ഒപ്പം സുഖമായി മോളെ പ്രായമുള്ള പെണ്ണിൻ്റെ ഒപ്പം ജീവിക്കണ്. ഓരോരുത്തരുടെ പോയി താമസിച്ചത്, അല്ലാതെ ഇവിടെ അല്ല നിൽക്കേണ്ടത്. എന്നാലും ഞാൻ പോവില്ലമ്മ, ഇവിടുന്ന് ഞാൻ പോവില്ല. എനിക്കിവിടെ കിട്ടാനുള്ളത് കിട്ടാണ്ട്. എൻ്റെ പല കാര്യങ്ങളും ഇവിടെ നടന്നു പോകുന്നുണ്ട് ഞാൻ അറിയാതെ. എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. നിങ്ങൾ എന്നെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. തള്ളി മോളും കണക്കാണ്. രണ്ടിനും എത്ര പൈസ കിട്ടിയാലും തേയാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല, ഇവിടെ തന്നെ നിൽക്കും. അതേ, ആ മുന്നിൽ അങ്ങനെ കയറി കെടുക്കാതെ അപ്പുറത്ത് ഇറങ്ങിപ്പോയിക്കൂടെ എനിക്ക് എൻ്റെ തന്തൻ്റെ വീട്ടിലേക്ക്? അവിടെ ഉണ്ടല്ലോ അവിടെ. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലമ്മ, നിങ്ങൾ രണ്ടും ചതിയന്മാരാണ്. ഉമ്മയും ചതിയത്തിയാണ്, മോളും ചതിയത്തിയാണ്. എന്തൊരു ചതിയത്തിയാണ് നിങ്ങൾ രണ്ടാളും കാട്ടിക്കൂട്ടുന്ന എനിക്ക് അറിയായിട്ടൊന്നുമല്ല. ഞാൻ അങ്ങനെ സൗദ പോകുന്നില്ല. അവളും വാശിയിൽ തന്നെയായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഉമ്മയെയും അനിയത്തിയെയും ഒരിക്കലും അവളുടെ സ്വത്തും സമ്പത്തും വിട്ടുകൊടുക്കൂല അവർക്ക് എന്നുള്ള വാശിയിൽ തന്നെയാണ് അവളും നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഹസീനയും ഉമ്മയും സൗദിയെ കൊണ്ട് എടങ്ങാറായി എന്ന് തന്നെ പറയാം. സൗദിയാണെങ്കിൽ വാശിയോടെ അവിടെ തന്നെ ഇരുന്നു. നിങ്ങൾ വാതിൽ എത്ര അടിച്ചിട്ടും കാര്യമില്ല, ഞാൻ ഉള്ളിൽ കയറുന്നത് എൻ്റെ വീടാണ്. എൻ്റെ മാപ്പിള ഉണ്ടാക്കിയ വീട് എനിക്ക് അവകാശപ്പെട്ടാണ്. ഞങ്ങൾ രണ്ടെണ്ണത്തിന് ഇറക്കാനുള്ള പണി എനിക്ക് അറിയായിട്ടല്ല. തള്ളല്ലേ അനിയത്തിയല്ലേ എന്ന് വിചാരിച്ച് ക്ഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. അന്നെ ഞാൻ കാണിച്ചു തരടിച്ച് എന്താ ഈ തള്ളന്ന് വിളിച്ചു പറയണത്? പെട്ടെന്ന് കുഞ്ഞിക്കഥ അതാ കയ്യിൽ വലിയൊരു വിറകുമായി നേരെ അവളുടെ നേരെ എത്തുന്നു. അതാ അവളെ പൊതിരെ തല്ലുന്നു. ഇറങ്ങി പോടി അവിടുന്ന്. ഉമ്മ നല്ലോണം കൊടുക്കി മൂത്തക്ക് തിളച്ച വെള്ളം വാരി. തിളച്ച വെള്ളമാണ് പൊള്ളിച്ച് അങ്ങനെ കാട്ടി. അങ്ങനെ വിട്ടാൽ പറ്റൂലോളെ, നല്ല ചതച്ച് കൊല്ലണം. എന്താ പെണ്ണ് സാധനം ഇവിടെ വന്ന് കൂടിക്കണ് കെട്ടിച്ചിട്ടും ഉമ്മ വലിച്ച് കയറ്റിക്കിടാൻ വേണ്ടിയത്. അത്രക്കും മോശപ്പെട്ട സാധനം. നമ്മളൊരു സ്വസ്ഥമായി ജീവിക്കാനും സമ്മതിക്കാത്തൊരു സാധനം. എന്നാൽ അതാ സൗദ പറഞ്ഞു, അവസാന നിമിഷത്തേക്ക് എത്തിക്കണം കേട്ടോ, കേസ് കൊടുക്കാനേ ഇനി എനിക്ക് അധികം സമയമില്ല. നിങ്ങൾ വല്ലാതെ എന്നെ വെച്ച് കളിക്കണ്ട.
എൻ്റെ ഫോണും എൻ്റെ അക്കൗണ്ടൊക്കെ വരുന്ന പൈസയും അതിൻ്റെയൊക്കെ കണക്ക് എനിക്ക് കിട്ടണം. തൊള്ള അമർത്ത്. പെട്ടെന്ന് അതാ കുഞ്ഞിക്കതിയ വന്ന് അവളുടെ വായ പൊത്തിപ്പിടിക്കുന്നു. ഈ നാവിയാൻ അരി എൻ്റെ തൊള്ളിന്ന് അതെങ്ങാനും പുറത്തേക്ക് വന്നിക്കണമെങ്കിൽ ഇത് ഞങ്ങളെ ജീവിതം നശിപ്പിക്കാൻ വന്നതാടി ഇങ്ങോട്ട്. എന്നാൽ ഹസീനയും അതാ അപ്പോഴേക്കും നല്ല തിളച്ച വെള്ളം കൊണ്ടുവന്ന് അവളുടെ മുഖത്തേക്ക് ഒഴിക്കാൻ നിൽക്കുന്നു. എന്നാൽ ഉള്ള ശക്തി ഉപയോഗിച്ച് അത് സൗദ തട്ടിത്തെറിപ്പിച്ചു. റബ്ബേ, എൻ്റെ കാലുമൊക്കെയാണ് മറിഞ്ഞത്. എൻ്റെ മുഖത്ത് വയ്ക്കാനല്ലേ ഈ കൊണ്ടുവന്നത്? എൻ്റെ തലയിൽ കൂടെ ഒഴിക്കും. ശരിക്കും നല്ല ഒച്ചപ്പാടും ബഹളും കരച്ചിലും അവിടെ. തൊട്ടപ്പുറത്ത് നിന്ന് അതാ റജിനത്ത. പടച്ചോനെ, അവിടെ എന്തൊക്കെയെന്നാവോ, എന്തോരൊരു അകാബാണ്. ഇവന് ഈ അയൽവാസികളെ ജീവിച്ചിട്ട് ഇവിടെ സുഖവും സമാധാനം ഇല്ലല്ലോ റബ്ബേ. അയൽവക്കക്കാർക്ക് ജീവിക്കാൻ കഴിയണില്ലല്ലോ. എന്നാൽ അപ്പുറത്തുള്ള താത്ത, എത്താ കുട്ടികളെ അവിടെ ഒച്ചപ്പാട്, എന്നും ഇത് കേട്ട് കേട്ട് മടുത്തക്കണ്. എന്താ സൗദ, ഇജ് മൂത്തതല്ല, അനക്കെങ്കിലും ഒന്ന് അടങ്ങിന്നൂടെ? എൻ്റെ അഞ്ചന്തിക്ക് ഏതായാലും ബുദ്ധിയില്ല എന്ന് കൂട്ടിക്കോ. അനക്കെങ്കിലും ഒന്ന് അടങ്ങിന്നൂടെ? എൻ്റെ പൊന്നാര താത്ത ഇങ്ങോട്ട് നോക്കി വാതിലടിച്ച് കുറ്റിയിട്ടിക്കണേ. തളിച്ച വെള്ളമാണ് തലയിൽ കൂടെ മുഖത്തേക്ക് പാരാൻ കൊടുന്നേ. കണ്ടില്ലേ, ഈ വിറകും വടിക്കരിനെ അടിച്ചതാണ്. അങ്ങോട്ട് നോക്കി, കയ്യുമ്പലും കാൽമ്പലും തടറിട്ടിക്കണേ. എന്തിനാ കുഞ്ഞിക്കഥ? എൻ്റെ മോളല്ലത്, എൻ്റെ മോള്. ഏത് ഇത് പറഞ്ഞ മോളാന്നാവും. അങ്ങനെ ഒരു മോളെ എനിക്ക് വേണ്ടില്ല. ഓള് മരിച്ചാലും വേണ്ടില്ല, എനിക്ക് ഒരു വേദനയില്ല. പൊന്നാര കുഞ്ഞിക്കഥ, അങ്ങനൊന്നും പറയല്ലേ. ഇജ്ജ് പെറ്റതല്ലത്, എനിക്കിങ്ങനെ പറയാൻ തോന്നണ്. അതെ, ഓളെ സ്വഭാവം കൊണ്ട്. ഓള് നല്ല നോക്കിയൊക്കെ ചെയ്തിന്. ഇപ്പോൾ പറ്റ വടക്ക്. ഓള് ഇവിടെ കണക്കും കാര്യം നോക്കാൻ വന്നാണ്. ഓളെ മാപ്പിളിൻ്റെ പേരാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ്, വേറെ എന്തൊക്കെ ഇവിടെ രഹസ്യമുണ്ട്, അത് ചൂയി നോക്കാൻ വന്നാണ് ഓള്. ഓൾക്ക് അവിടെ നിൽക്കുന്നിടത്ത് നിന്നാൽ പോലും ഇങ്ങോട്ട് പാഞ്ഞിക്കണ്. ഓളാ ഭ്രാന്താശുപത്രിയിൽ നിന്ന് അവിടെ തന്നെ കൊണ്ടുപോയി ചെങ്ങൽക്കിടുക വേണ്ടിയത്. ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കട്ടെ, പിടിച്ച് വലിച്ച് ചെങ്ങൽക്കിടാൻ വേണ്ടിയത് ഓളെ, വേറൊന്നുമല്ല. ശരിക്കും സൗദ അവിടെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു. എങ്കിലും അവൾക്ക് വാശി. അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനാവൂല. എനിക്ക് കിട്ടാനുള്ളത് കിട്ടാതെ ഇറങ്ങിപ്പോരൂലെന്ന് അവൾക്കും വാശി. എന്തായി തീരും അവരുടെ ആ കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.